ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ഒരു പ്ലാസ്റ്റിക് കവറും വെച്ചിട്ട് അടിപൊളി ഹോം ഡെക്കോർ ഉണ്ടാക്കിയാലോ? വാ, ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് വേണ്ടത്ര ലെങ്ത്തിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടത് സ്ട്രിപ്സ് ആയിട്ടും കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം പ്ലാസ്റ്റിക് കവറും സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് വീതിക്ക് കട്ട് ചെയ്യണേ. ഞാൻ കട്ട് ചെയ്തപ്പോൾ വീതി കുറച്ച് കുറഞ്ഞു പോയി. പിന്നെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കണം. എന്നാലാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. ഇനി ഇതാണ് ഇതിലെ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള പാർട്ട്. നമ്മൾ ആദ്യം ഈ സ്ട്രിപ്സ് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ട് ഇതുപോലെ നെയ്തെടുക്കുക. അതായത് ഒരെണ്ണം ഫ്രണ്ടിൽ കൂടെ എടുക്കുമ്പോൾ മറ്റേത് ബാക്കിൽ കൂടി എടുക്കുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇതാണ് ഇതിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള പാർട്ട്. പക്ഷേ ഭയങ്കര എളുപ്പമാണ്. ഇനി ഇതൊരു പൂക്കൊട്ടയാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു തെർമോക്കോൾ പീസ് അതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കുക. ഇനി പൂക്കൊട്ടയ്ക്ക് വള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പ്ലാസ്റ്റിക് കവറിൻ്റെ തന്നെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് അതിലും ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ചെയ്തെടുക്കുക. അതായത് ഇതും ഒന്നിടവിട്ട് നെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പൂക്കൊട്ട റെഡിയായി. ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചു എന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. സ്റ്റാപ്ലറോ പശയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ബാക്കി പാർട്ട് 2 കാണാം.